ഹായ് വെൽക്കം ടു ആൻഡ്രൻ ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ലാംഗ്വേജിൽ എക്സസൈസ് 1.4 തേർഡ് വൺ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പി ക്യു ആർ എസ്, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എം എൻ ക്യു എസ് ടി ആൻഡ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എം എൻ പി ക്യു എസ്, then verify the associative property of union of sets. ഇപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ യൂണിയൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സൊല്യൂഷൻ നോക്കാം. എ ബി സി എന്ന് പറഞ്ഞ് 3 സെറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ യൂണിയൻ സെറ്റിൻ്റെ ഫോർമുല എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഫസ്റ്റ് നമുക്ക് LHS നോക്കാം. ഇതിൽ എ യൂണിയൻ ബി യൂണിയൻ സിയിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബി യൂണിയൻ സി കണ്ടുപിടിക്കാം. ഈക്വൽ ടു, ഇതാണ് ബിയും സിയും സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. നമുക്കിത് യൂണിയൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് എഴുതിയാൽ മാത്രം മതി. ഓരോ എലമെൻറ്റും റിപ്പീറ്റ് ആകാൻ പാടില്ല, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എം എൻ, ഒ ഇല്ല, പി ഉണ്ട്, പി ക്യു, ആർ ഇല്ല, എസ് ഉണ്ട്, എസ് ടി ഉണ്ട്. രണ്ടിലും കൂടി നമ്മൾ ചേർത്ത് എഴുതിയപ്പോൾ എം എൻ പി ക്യു എസ് ടി എന്നാണ് കിട്ടിയത്. അപ്പം ഇതിൽ രണ്ടിലും ഇതുണ്ട്. ഓക്കെ, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. 2 എസ് നമുക്ക് എഴുതാൻ പാടില്ല, 1 എഴുതാൻ പാടുള്ളൂ. അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ സി നോക്കാം. ഇപ്പോൾ ബി യൂണിയൻ സി നമ്മൾ കണ്ടുപിടിച്ചു. എ മാത്രമാണ് എഴുതേണ്ടത്. എ സെറ്റ് ഞാൻ ഇവിടെ എഴുതാം. പി ക്യു ആർ എസ്, എ സെറ്റാണിത്. യൂണിയൻ ബി യൂണിയൻ സി നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഓൾ എം എൻ പി ക്യു എസ് ടി. ഇപ്പം രണ്ടും കൂടി ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? എം എൻ പി ക്യു ആർ എസ് ടി എന്ന് വരും അല്ലേ? ഇത്രയും വരും. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് RHS കണ്ടുപിടിക്കാം. RHS എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി. ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മാത്രം മതി. നമുക്കിവിടെ എഴുതാം. ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. എ യൂണിയൻ ബി ഈക്വൽ ടു, എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? പി ക്യു ആർ എസ്. യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് എം എൻ ക്യു എസ് ടി. ഇപ്പം രണ്ടും യൂണിയനായിട്ട് എഴുതാം. എന്തുവരും? എം എൻ, ഒ ഇല്ല, പി ക്യു ആർ എസ് ടി എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് എഴുതേണ്ടത് കേട്ടോ. എം എൻ പി ക്യു ആർ എസ് ടി. യൂണിയൻ സി എന്താണ്? എം എൻ പി ക്യു എസ്. ഇതാണ് സി. ഓക്കെ, രണ്ട് ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? എം എൻ പി ക്യു ആർ എസ് ടി. ഇത് തന്നെ വരിക അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നെഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എം എൻ പി ക്യു ആർ എസ് ടി. ഇക്വേഷൻ നമ്പർ 2 എം എൻ പി ക്യു ആർ എസ് ടി. രണ്ടും സെയിം ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 LHS ഈക്വൽ ടു RHS എന്ന് എഴുതാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്